ഒരു എങ്ങനെയുള്ള കുട്ടിയാ പൂപ്പി? ഗുഡ് ബോയ് ആണ്, ഒരു മിടുക്കൻ കുട്ടിയാണല്ലേ. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുപ്പായമുണ്ട്. ഏത് നിറത്തിലുള്ള കുപ്പായോ പൂപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുപ്പായം? വിയർത്തിരിക്കുന്നു. അത് കുഴപ്പമില്ല. ഇത് അമ്മ ചോദിക്കുന്നതിന് മറുപടി പറ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുപ്പായമുണ്ട് പൂപ്പിക്ക്. അത് ഏത് നിറത്തിലുള്ള കുപ്പായോ പൂപ്പിക്ക് ഏറ്റവും ഇഷ്ടം? നിറത്തിലുള്ള കുപ്പായാണ്. ആർക്കിഷ്ടം? പൂപ്പിക്ക് ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം ഈ കുപ്പായം വെയിലും കൊണ്ട് ഉയർച്ചൊന്നും പോയില്ല, സുന്ദരനായിട്ടിരിക്കുക കേട്ടോ. വെയിൽ കൊണ്ട് അയയിൽ കിടക്കുകയായിരുന്നു. അപ്പൊ എന്ത് പറ്റി? നല്ല കാറ്റ്. അന്നേരം പൂപ്പിയുടെ ഉടുപ്പ് എന്തോ കരുതി, ഒന്ന് ചുറ്റി അടിച്ചാലോ എന്ന് കരുതി. അങ്ങനെ അവൻ കൂട്ടുകാരായ ഉടുപ്പുകളോട് ചോദിച്ചു, അത് ആപത്താണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കൂട്ടുകാര് പറഞ്ഞത് പൂപ്പിയുടെ ഉടുപ്പ് കേട്ടോ? അങ്ങനെ അതൊന്നും കേൾക്കാതെ എന്ത് ചെയ്തു? വഴിയിലേക്ക് ഹായ് ഹായ് നല്ല കാറ്റെന്നും പറഞ്ഞ് കുപ്പായം കാറ്റത്ത് പറന്ന് എല്ലായിടത്തും ചുറ്റിയടിച്ചു. പെട്ടെന്ന് അവൻ എന്ത് പറ്റി? ഒറ്റ വീഴ്ച. എന്നിട്ടോ അവൻ എവിടോട്ടാ വീണത്? ചെളി വെള്ളത്തിലോട്ട് അവൻ വീണത്. അങ്ങനെ എല്ലായിടത്തും ചെളി. ഒരു വിധത്തിൽ അവൻ അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് മുന്നോട്ട് നടന്നു. അപ്പോൾ എന്തു പറ്റി? ഒരു ജീപ്പ് അതുവഴി പാഞ്ഞു. എന്തുകൊണ്ട് നടിച്ചുകൊണ്ട് ജീപ്പ് വന്നല്ലേ? ഈ കഥ നമുക്ക് നിർത്താം. ജീപ്പിലെ പുകയടിച്ച് കുപ്പായമാകെ എന്ത് പറ്റി? ജീപ്പിലെ എങ്കിൽ ഞാൻ പൂപ്പി അടച്ചു വെക്കട്ടെ? പൂപ്പി അടച്ചു വെക്കട്ടെ? എങ്കിൽ ഇത് പറ. ജീപ്പിലെ പുകയടിച്ച് കുപ്പായമാകെ കരിയായി. ചെളിയും കരിയും ഏറ്റു മുഷിഞ്ഞു നിൽക്കുന്ന അവനെ ആര് കണ്ട്? എന്നിട്ട് അയാൾ അവനെ പിടികൂടി എന്തു ചെയ്ത്? കടക്കാരൻ എന്തോ ചെയ്തു? നിലമെല്ലാം തുടച്ചു. അപ്പോൾ അവൻ എന്തോ പറഞ്ഞു? അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കുപ്പായം കരഞ്ഞു അല്ലേ? എന്നിട്ടോ കുപ്പായം അവിടെ നിന്ന് ഒറ്റ ഓട്ടം കൊടുത്തു. ഓടി 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 അവൻ എവിടെ എത്തി? പൂപ്പിയുടെ വീട്ടിലെത്തി. ചെളിയും കരിയും ഏറ്റ് തളർന്നു വരുന്ന കുപ്പായത്തെ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? ഇല്ല, ആരും തിരിച്ചറിഞ്ഞില്ല. കുപ്പായം വിഷമത്തോടെ അയയിൽ കയറി കിടന്നു. ചെളി പിടിച്ച എന്നെ ആർക്കും വേണ്ടാതായി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പാവം കുപ്പായം വിഷമത്തോടെ ഓർത്തു. കുറച്ചു കഴിഞ്ഞതും മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെ മഴ പെയ്തേ? എന്ന് പറഞ്ഞ് മഴ പെയ്തു. അപ്പോഴോ വെള്ളം വീണതും കരിയും ചെളിയും ഒഴുകിപ്പോയി. അങ്ങനെ കുപ്പായം കുളിച്ച്
വൃത്തിയായി. അങ്ങനെ കുപ്പായത്തെ എല്ലാവരും തിരിച്ചറിഞ്ഞു. അങ്ങനെ പൂപ്പി സന്തോഷത്തോടെ ഓടി വന്ന് കുപ്പായത്തെ എടുത്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള ഉടുപ്പുകളുടെ കൂടെ മടക്കി വെച്ചു.